പണ്ടുകാലത്ത് മധ്യകേരളത്തിലെ ഒരു പ്രമുഖ മനയിൽ വിചിത്രമായ പല സംഭവങ്ങളും നടക്കാൻ തുടങ്ങി. പകൽ വെളിച്ചത്തിൽ പോലും വീടിനുള്ളിൽ കല്ലുകൾ മഴ പോലെ പെയ്യുന്നു. പാകം ചെയ്തുവച്ച ഭക്ഷണത്തിൽ പെട്ടെന്ന് അഴുക്കും മണ്ണും നിറയുന്നു. പത്തായത്തിൽ സൂക്ഷിച്ച നെല്ല് അപ്രത്യക്ഷമാകുന്നു. വീട്ടുകാർ ഭയന്നു വിറച്ചു. അവർ പല ജ്യോത്സ്യന്മാരെയും മന്ത്രവാദികളെയും കാണിച്ചെങ്കിലും ഫലമുണ്ടായില്ല. എല്ലാവരും പറഞ്ഞു, ഇത് കുട്ടിച്ചാത്തന്റെ പണിയാണ്, അവനെ തളയ്ക്കുക എളുപ്പമല്ല. ഒടുവിൽ വിവരമറിഞ്ഞ് കടമറ്റത്ത് കത്തനാർ ആ ഇല്ലത്തെത്തി. അദ്ദേഹം എത്തുമ്പോഴും വീടിന്റെ മേൽക്കൂരയിൽ കല്ലുകൾ വന്നു വീഴുകയായിരുന്നു. കത്തനാർ ചിരിച്ചുകൊണ്ട് തന്റെ കയ്യിലിരുന്ന വടി നിലത്തുകുത്തി ഒരു മന്ത്രം ചൊല്ലി. പെട്ടെന്ന് കല്ലേറ് നിന്നു. മുകളിലെ ഓടിനിടയിൽ നിന്ന് ഒരു കറുത്ത രൂപം താഴേക്ക് ചാടി ഓടാൻ ശ്രമിച്ചു. പക്ഷേ കത്തനാരുടെ മാന്ത്രിക വലയത്തിൽ നിന്ന് അവന് പുറത്തുപോകാൻ കഴിഞ്ഞില്ല. കത്തനാർ ചാത്തനെ പിടിച്ചു നിർത്തി ചോദിച്ചു, നീ എന്തിനാണ് ഈ പാവങ്ങളെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? പേടിച്ചുപോയ ചാത്തൻ വിക്കി പറഞ്ഞു, സ്വാമി, എനിക്ക് വിശന്നിട്ടാണ്. ഇവർ വലിയ സദ്യകൾ കഴിക്കുന്നു, പക്ഷെ എനിക്കൊരു തരി ഭക്ഷണം പോലും തരുന്നില്ല. വിശപ്പ് സഹിക്കവയ്യാതെ വരുമ്പോഴാണ് ഞാൻ കല്ലെറിയുന്നതും ഭക്ഷണം നശിപ്പിക്കുന്നതും. കത്തനാർക്ക് ചാത്തനോട് സഹതാപം തോന്നി. അദ്ദേഹം പറഞ്ഞു, നീ അവരെ ഉപദ്രവിക്കുന്നത് നിർത്തിയാൽ ഞാൻ നിനക്ക് ഭക്ഷണം തരാം, പോരെ? ചാത്തൻ സമ്മതിച്ചു. എങ്കിലും ചാത്തന്റെ കുസൃതി അത്ര വേഗം മാറില്ല എന്ന് കത്തനാർക്കറിയാമായിരുന്നു. അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ലോഹ ചെപ്പെടുത്തു. അതിൽ പ്രത്യേക മന്ത്രങ്ങൾ കുറിച്ചു. എന്നിട്ട് ചാത്തനോട് പറഞ്ഞു, നിനക്ക് വിശ്രമിക്കാനൊരു സുരക്ഷിത സ്ഥാനം വേണമെങ്കിൽ ഈ ചെപ്പിനുള്ളിലേക്ക് കയറിക്കൊള്ളൂ. ചാത്തൻ കൗതുകത്തോടെ ചെപ്പിനുള്ളിലേക്ക് നൂഴ്ന്നിറങ്ങി. ഉടൻ തന്നെ കത്തനാർ അതിന്റെ അടപ്പടച്ച് മന്ത്രം ജപിച്ച് ബന്ധിച്ചു. പിന്നീട് അദ്ദേഹം ചാത്തനെ തന്റെ പള്ളിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചാത്തന് കൃത്യമായി നിവേദ്യങ്ങൾ നൽകാൻ ഏർപ്പാട് ചെയ്തു. അതിനുശേഷം ആ ചാത്തൻ കത്തനാരുടെ ഏറ്റവും വിശ്വസ്തനായ സഹായിയായി മാറി. കത്തനാർക്ക് ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോകേണ്ടി വരുമ്പോൾ ചാത്തൻ അദ്ദേഹത്തെ ചുമലിലേറ്റി നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ എത്തിക്കുമായിരുന്നു. വഴിതെറ്റിപ്പോകുമ്പോഴും ദുഷ്ടശക്തികൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ വരുമ്പോഴും ചാത്തൻ തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് അവരെയെല്ലാം തുരത്തി.